ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ പുതിയൊരു യാത്രയുടെ അപ്ഡേറ്റ് പറയാനുണ്ട്. എങ്ങോട്ട് പോകുന്നു, എന്താണ് പരിപാടി എന്നൊക്കെ. അതിന് മുമ്പ് നമ്മുടെ വീട് പണി എന്തായി എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ എന്തായി എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഈ വീടിൻ്റെ അവസാനം നമ്മുടെ അടുത്ത യാത്ര, അതായത് ഈ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്ന നമ്മുടെ പുതിയ രാജ്യത്തേക്കുള്ള പുതിയൊരു യാത്ര ആയിരിക്കും. തൽക്കാലം നമുക്കിത് വീട് എന്തായെന്ന് കാണാം അല്ലേ? നടക്ക്. ഇവിടെ കണ്ടോ, ഇതൊരു കടയായിരുന്നു കേട്ടോ. ഈ വെക്കേഷനിൽ കുട്ടികൾ ചെറിയ കച്ചവടം തുടങ്ങിയതാണ് അല്ലേ? അതെ, അവരെന്നെയൊക്കെ ഉണ്ടാക്കി കെട്ടിപ്പൊക്കി. ഫെബി വീട് പണി കാണാൻ വരുമ്പോഴൊക്കെ മുട്ടായി വാങ്ങുമായിരുന്നു. കണ്ടോ, ഗുഡ് കസ്റ്റമർ ആയിരുന്നു. അതെ അതെ, ഫെബി അവരുടെ ഒരു നല്ല കസ്റ്റമർ ആയിരുന്നു. അതെ, നമ്മുടെ വീട് ഇതാ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അന്ന് കുറ്റിയടിക്കുന്ന വീഡിയോ ആണ് അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ അന്ന് ഞാൻ പ്ലാനും എലിവേഷനൊക്കെ വിശദമായിട്ട് കാണിച്ചിരുന്നു. പക്ഷേ അതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചല്ല അല്ലേ, കുറച്ചും കൂടി ഓരോ ഭാഗങ്ങളും പണിയുന്നതിൻ്റെ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ വരെ വീണ്ടും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അകത്തേക്ക് കയറും. നമ്മളന്ന് ആ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരു സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നല്ലോ. ആ സിറ്റ് ഔട്ട് ഇപ്പോൾ നമ്മൾ പണിത് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മളിതാ മെയിൻ ഡോറിലൂടെ ഫെബി ഭാഗത്തേക്ക് കയറി കേട്ടോ. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിറ്റ് ഔട്ട് വരും. അത് സെപ്പറേറ്റ് ആണ് വരുന്നത്. വീടുമ്പോൾ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡിസൈനിൽ ചെറിയ കൺഫ്യൂഷനൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. വലിയ പദ്ധതികൾ ഉണ്ടായതുകൊണ്ടൊന്നല്ല, ചെറിയൊരു കാര്യങ്ങൾ തൃപ്തിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അതായില്ല. അപ്പോൾ അതുകൊണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് അത് പതിയെ ചെയ്താലും മതിയല്ലോ അല്ലേ? അതെ, തീരുമാനമാവോ വീട് പണി ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം ചെയ്യാം സിറ്റ് ഔട്ട് അല്ലേ? അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. അവിടെ ഒരു ഷോ വാളുണ്ട്. അപ്പോൾ ഈ ഷോ വാളൊക്കെ ഇപ്പോൾ ഒരു ഇതാണല്ലോ, നിർബന്ധമാണല്ലോ. ഇവിടെ ഉണ്ട്, അവിടെ വേറൊരു ഷേപ്പിലാണ് ഒരു ഷോ വാളുള്ളത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഡിസൈനിലുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് സംഭവം ഈ ഒരു വിൻഡോ ആണ് കേട്ടോ. 2 വിൻഡോസ്, അതായത് ഫുൾ സൈസിലാണ്. താഴേന്ന് തുടങ്ങിയിട്ട് ഏറ്റവും നമ്മുടെ ഈ ലിൻഡൽ വരെയുള്ള ഹൈറ്റിലുള്ള വലിയ ഒരു വിൻഡോ. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അതിനകത്ത് ഒരു സൈഡ് ഫുള്ള് ചുമരും മൊത്തം വിൻഡോ ആയിട്ട് വരും. അത് നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ വേണമെന്ന്. അപ്പോൾ ഇതാ നമുക്ക് ജസ്റ്റ് വീട്ടിലേക്ക് എൻട്രി ചെയ്യാം. ആണിയുണ്ട്, ശ്രദ്ധിക്കണം. ആണിയുണ്ട് അല്ലേ? കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നിറയെ ആണി ഉണ്ടാവും. ഇവിടെ ഇതാ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ കണ്ടോ ആകാശം കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ലിവിങ് സ്പേസിന് മുകളിൽ ഓട് കൊണ്ട് റൂഫ് ചെയ്യണമെന്നാണ് പ്ലാൻ. ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓടിൻ്റെ റൂഫ് ചെയ്യണമെന്നാണ് പ്ലാൻ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം അത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അതെ. എനിക്ക് ആക്ച്വലി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഓടിട്ട വീടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ഓടിട്ട വീട് ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല, അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഭാഗമൊക്കെ ഓടാക്കണം തീരുമാനിച്ചത്. പക്ഷേ എല്ലാ ഭാഗവും ഇങ്ങനെ ഓടല്ല. അപ്പോൾ ലിവിങ് സ്പേസ് എന്തായാലും ഓടാണ്. ഈ ഒരു സ്ഥലം കണ്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലേ ഈ ഒരു ഭാഗത്ത്. അതെ അതെ, ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ബേ വിൻഡോ ആണ് കേട്ടോ. ബേ വിൻഡോ എന്ന് പറയില്ല, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വിൻഡോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ സോഫ ഉണ്ടാവും, ഇവിടെയും വേണമെങ്കിൽ ഇരിക്കാം, എവിടെ വേണമെങ്കിലും ഇരിക്കാം. സെറ്റായിരിക്കും ശരിക്കും. അതായത് ഈ വീട് പണിത് തീരുമ്പോൾ വന്നിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ലിവിംഗ് റൂമിലുള്ള ഈ ഒരു ബേ വിൻഡോ. നമ്മൾ ആദ്യം ബേ വിൻഡോ ബെഡ്റൂമിൽ ആലോചിച്ചിരുന്നു അല്ലേ? പിന്നെ ഈ ഒരു സ്ഥലം ഇവിടെ കിട്ടിയപ്പോൾ അതിനേക്കാൾ നല്ലത് ഇവിടെ തോന്നി. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പ് താമരശ്ശേരിയിലാണല്ലോ നമ്മുടെ ഇത് ഡിസൈൻ ചെയ്തത്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഓഫീസൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടൊന്ന് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇരുന്നു, ഒരു പകൽ മുഴുവൻ ഇരുന്നു അല്ലേ? അന്നുണ്ടായതാണ് ഈ ഒരു പ്ലാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് തള്ളി വെക്കാം ഈ വിൻഡോന്ന്. ഇപ്പോൾ നമ്മുടെ ഈ വീടിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം, ഒന്ന് ഫിനിഷായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇതാണ്. അതായത് ഒരു 2-3 സ്ഥലങ്ങളുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു അന്നൊക്കെ, കനോപ്പി ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് നമുക്കിത് ഡിസൈൻ ചെയ്ത് തന്നത് കേട്ടോ. അതായത് നമ്മൾ ഫസ്റ്റ് വീഡിയോ അല്ല വീടിന്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ. രാജു, അതുപോലെ തന്നെ അജ്മൽ, പിന്നെ ഇക്ബാൽ, ഇങ്ങനെ 3 പേരാണ്. അവരുടെ ഒരു സംരംഭമാണ് കനോപ്പി ആർക്കിടെക്ട്സ്. അവർ ഈ വീടുമായി ബന്ധപ്പെട്ട ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം.
അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തൃപ്തിയായിട്ടോ. നമുക്കിപ്പോൾ ഫസ്റ്റിൽ അവർ നന്നായിട്ട് നമ്മളെ മനസ്സിന് ഇണങ്ങിയ പോലെ ഡിസൈൻ ചെയ്ത് തന്നു അല്ലേ. പിന്നെ നമ്മളെ എഡിറ്റിംഗ് ഓരോ പ്രാവശ്യം നമുക്ക് കുറേ എഡിറ്റിംഗ് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര ക്ഷമയോടെ അതെ, നമ്മുടെ ഇഷ്ടത്തിന് ഭയങ്കര പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ആൾക്കാരുണ്ടാവും നമ്മളൊന്ന് പറഞ്ഞാലും അതിന് എന്തെങ്കിലും സാങ്കേതിക പ്രായോഗിക തടസ്സങ്ങൾ പറഞ്ഞിട്ട് മാറ്റി അവരുടെ താല്പര്യത്തിലേക്ക് മാറ്റിയെടുക്കും. പക്ഷെ ഇവർ നമ്മുടെ ഇഷ്ടത്തിന് അതേപോലെ നിർത്തിയിട്ട് എങ്ങനെ അത് പ്രായോഗികമാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ആലോചിക്കുകയും അതങ്ങനെ ആക്കുകയും ചെയ്യും. എന്തായാലും ഭയങ്കര തൃപ്തിയാണ്. താങ്ക് യു കനോപ്പി ടീം, ഇതുവരെ ഭയങ്കര തൃപ്തിയാണ് നമുക്ക്. പിന്നെ ഇതാ ലിവിങ് റൂമിൽ ഈ ഭാഗത്ത് ഫ്രണ്ടിലേക്കുള്ള ഒരു വലിയ നേരത്തെ പറഞ്ഞ പോലത്തെ വലിയ വിൻഡോ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചാണ് ലിവിങ് സ്പേസ്. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു വഴിയാണ്, അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഇവിടെയും തന്നെ ഇതില്ല കേട്ടോ, ചുമരില്ല കേട്ടോ. ഇവിടെ TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഹാഫ് ചുമര് പോലത്തെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം എന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ വൃത്തിയിൽ കാണാൻ പറ്റില്ല കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂംസ്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തന്നില്ലേ, ആ വലിയ വിൻഡോ വരുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂമിലാണ് കേട്ടോ. ലൈറ്റ് പ്രശ്നമുണ്ടോ? ലൈറ്റ് കുഴപ്പമൊന്നുമില്ല. ഇതാ ഈ സൈഡിൽ ഇങ്ങനെ 2 വിൻഡോസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തേക്കായിട്ട് ബാത്റൂം. ആകെ മൊത്തം 3 വിൻഡോ. മൊത്തം വിൻഡോ മാത്രമേ ഉള്ളൂ ഈ റൂമിൽ ശരിക്കും വിൻഡോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഇപ്പുറത്ത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബെഡ്റൂമാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇതൊക്കെ ഞാൻ അന്നത്തെ പ്ലാൻ കാണിച്ച സമയത്ത് ശരിക്കും കാണിച്ചു തന്നായിരുന്നു കേട്ടോ. ഇവിടെ ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചെറിയൊരു സിറ്റ് ഔട്ട്, ഉപ്പാക്ക് ഇങ്ങനെ ജസ്റ്റ് റിലാക്സ് ചെയ്യാനൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് സിറ്റ് ഔട്ട് ഈ ഭാഗത്തേക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ. പിന്നെ നമ്മുടെ കിച്ചൺ ഇതാ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളായിട്ട് വരുന്ന സ്പേസ് കേട്ടോ. ലിവിങ് റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ പറഞ്ഞത് TV യൂണിറ്റ് വെക്കുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ വരും. അപ്പോൾ അവിടെ ഒരു വിൻഡോ ഉണ്ട് പുറത്തേക്ക്. ഇതാണ് കിച്ചൺ. അല്ല, ഇവിടെ ഡൈനിങ് ഏരിയൻ്റെ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ വെക്കാൻ വാഷ് ഏരിയ. അതെ. ഇവിടെ ഒരു വാഷ് ബേസിൻ വെക്കുന്ന സ്പേസ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് ബാത്റൂം, കോമൺ ടോയ്ലറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചണൊക്കെ ആവശ്യത്തിനുണ്ടല്ലോ അല്ലേ? അത്ര മതി. ഭയങ്കര വലിയ കിച്ചൺ ഇഷ്ടമല്ല എനിക്കും. പിന്നെ ഇവിടെ ഫുൾ ഓപ്പൺ അല്ലല്ലോ നമ്മളെ കിച്ചണ്. ഇവിടെ ഫുൾ ഓപ്പൺ അല്ല മീൻസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ വരും. ഇവിടെ ഒരു ചെറിയ ടേബിൾ പോലത്തെ ഒരു ചെറിയൊരു വാൾ വരും. ടേബിൾ എന്ന് തന്നെ പറയാം. ചുമര് പോലെ ചെറുതായിട്ട് വരും. ചെറുതായിട്ട്. പിന്നെ ഇതാ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ മുകളിലേക്ക് പോകും, പിന്നെ ഒന്ന് ഇങ്ങോട്ട് പോകും, പിന്നെ 3 പോർഷനായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് യൂസ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അതായത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ അതിൻ്റെ താഴത്ത് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ 2 പേർക്കും ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് പഠിക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അവരിവിടെ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കിച്ചണിലാണെങ്കിലും കിച്ചണിൽ നിന്ന് അവരൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്, ആ സൗകര്യം നോക്കിയിട്ടാണ് ഇവിടെ ഒരു സ്പേസ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്താണെങ്കിലും അവരെന്താ ചെയ്യുന്നു അറിയാൻ പറ്റും. അവരെന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിലൊക്കെ. ഈ ഒരു ഏരിയനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പു പറഞ്ഞ എന്താ പറയുക, എനിക്ക് ഈ ഭാഗത്ത് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഏരിയയാണ് ഇത്. അപ്പോൾ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറൊക്കെ അവിടെ വെക്കാം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാം. പിന്നെ അത് മാത്രമല്ല, അവരെന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ക്ലിയർ ചെയ്യാനൊക്കെ നമുക്ക് ഇവിടുന്ന് ഈസിയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു സംഭവം. ഇതിനകത്ത് എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇതൊരു കല്ല് വെച്ചിട്ടാണ് മൂടിയാൽ മതി വെച്ചിട്ട് ഒരു ഐഡിയ തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതാണ് ആ ഒരു സ്പേസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതാ നമ്മുടെ കിച്ചൺ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു വർക്ക് ഏരിയ സ്റ്റോർ റൂം. പിന്നെ ഇങ്ങോട്ട് വർക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ അടുപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താ പറയുക, എല്ലാവരുടെ അഭിപ്രായത്തിൽ ഒരു അടുപ്പ് ഇരുന്നോട്ടെ, വിറകടുപ്പ് പറയണ ഇരുന്നോട്ടെ എന്ന് വെച്ചപ്പോൾ അതിനുള്ള സ്പേസ് കൂടി ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ ഈ ഒരു പ്ലോട്ടിൽ അവിടെ വേറൊരു വീടിൻ്റെയും കൂടി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൽവാസികളാവാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അവിടെയൊക്കെ വേറെ വീടുകളൊക്കെ ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ വീടൊക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ സ്റ്റെയർ കേസ് വരുന്ന ഭാഗം, ആ ഒരു പോർഷൻ ഒരു ഇച്ചിരി താത്തിയിട്ടാട്ടോ, ഒരു സ്റ്റെപ്പ് താത്തിയിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് കുറച്ച് താഴ്ന്നു വരുമല്ലോ. അപ്പോൾ ഇതൊരു ഹൈറ്റ് കുറവായിരിക്കും, അതുകൊണ്ട് ഇച്ചിരി താത്തി വെച്ചു. പിന്നെ ഇവിടുന്ന് പുറത്തേക്കൊരു ഡോർ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്കൊരു ഡോറുണ്ട്. ഇതിനെങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും.
ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് ലൈബ്രറി സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൂഫ്, ആ ലൈബ്രറിയുടെ ഫ്ലോറാണിത്. അപ്പോൾ അതിങ്ങനെ റൂഫായിട്ട് നമുക്ക് താഴത്ത് കിട്ടും. അപ്പോൾ ഇവിടെയും ചെറിയൊരു തിണ്ണങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നമ്മുടെ ഈ അതിരിൻ്റെ ഭാഗത്ത് കുറച്ച് മതിൽ കുറച്ച് ഹൈറ്റിൽ കെട്ടിയിട്ട് അവിടെ എന്തെങ്കിലും ക്രീപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ബാക്ക് യാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ഒരു പ്രൈവറ്റ് മുറ്റം, നല്ല പ്രൈവസി ഉള്ളൊരു ചെറിയൊരു മുറ്റം, ഒരു ബാക്ക് യാർഡ്. ഉള്ളിലിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, എവിടേക്കോ കണ്ടിട്ടുണ്ട് അങ്ങനെ സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനൊരു സംഭവം ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡോറ് വഴി അത് ആക്സസ് ചെയ്യാനും പറ്റും. ഇതൊക്കെ ഒന്ന് ശരിയായി വരണല്ലേ? സമയമെടുക്കും. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. നമ്മൾ എന്തായാലും ചെയ്തു നോക്കാം അല്ലേ? എപ്പോഴാവുന്ന വെച്ചാവട്ടെ, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം. തൽക്കാലം മുകളിലേക്ക് കയറാൻ ഈ കോണി ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ കോണി സ്റ്റെയർ കേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് സ്റ്റീലിലാണ്, അതുകൊണ്ട് അത് പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടത് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ കോണി വഴി കയറണം. ഈ ഒരു സ്പേസാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച സ്പേസ് കേട്ടോ. അതായത് കോണി ഇങ്ങനെ കയറി വന്നിട്ട് രണ്ടാമത്തതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. ഈ ഭാഗത്തായിട്ട് ബുക്ക് ഷെൽഫ് വരും. പിന്നെ അത് ഈ ഭാഗത്താണ് നേരത്തെ ലിവിങ് സ്പേസിൽ കണ്ടതുപോലത്തെ ഒരു ബേ വിൻഡോ വരിക. അപ്പോൾ ഈ ബേ വിൻഡോയിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ പുസ്തകം വായിക്കാൻ പറ്റും. ആ ഭാഗത്തേക്കുള്ള വ്യൂ ഒക്കെ കിട്ടും വിൻഡോയിലൂടെ. അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ കിട്ടും. അപ്പോൾ ഈ സ്ഥലവും തന്നെ ശരിക്കും നമ്മൾ പണിത് കഴിയുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ റൂഫ് മീൻസ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം നിറച്ച് വെച്ചേക്കാം കേട്ടോ. ശരിക്കും വീട് പണിയുടെ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് പറയാം. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ രാവിലെ നേരത്തെ കേട്ടോ ഷൂട്ട് ചെയ്യണത്. രാവിലെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ വേഗം വന്നാണ് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ പറയാം ലാസ്റ്റ്. നമ്മൾ ഈ പ്ലോട്ട് വാങ്ങിയതൊക്കെ ഏതൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ. അന്ന് ഇതിനകത്ത് ഏകദേശം 10-11 തെങ്ങുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട് പണിയുമ്പോൾ എന്തായാലും നമുക്ക് കുറേ തെങ്ങ് പോകുമല്ലോ. വളരെ വിഷമത്തോടെ ആണെങ്കിലും നമ്മൾ കുറേ തെങ്ങുകൾ മുറിച്ച് കളഞ്ഞു കേട്ടോ. എങ്കിലും വീട് വരാത്ത ഭാഗത്തിൽ 4 തെങ്ങ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടം വരുന്ന സമയത്ത് അതും മുറിക്കേണ്ടി വരുന്നതായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഉപ്പാക്കും ഉമ്മാക്കും ഭയങ്കര വിഷമമുണ്ട് ആ തെങ്ങും കൂടി കളയുന്ന കാര്യത്തിൽ. അപ്പോൾ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കിൽ വരുന്ന ഭാഗം കോൺക്രീറ്റ് ആക്കി. അത് ഓടായിരുന്നു പ്ലാന് മനസ്സിൽ, പക്ഷെ അത് കോൺക്രീറ്റ് ആക്കി. ഇനിയിപ്പോൾ തേങ്ങ അവിടെ വീണാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളത് ധാരണയിൽ അത് തെങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ പോർഷൻ കോൺക്രീറ്റ് ആക്കി മാറ്റിയതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് 4 തെങ്ങുണ്ട് കേട്ടോ. അതിനിപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കേ ഒരു നല്ലൊരു കോണി ഇവിടെ കൊണ്ടുവെക്കാം കേട്ടോ. കേട്ടോ, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകു വശട്ടോ. ഇവിടെയാണ് വർക്ക് ഏരിയയിൽ താഴത്തേക്ക് ഇറങ്ങുന്നതാണ് ഇപ്പോൾ കണ്ടത്. ചാടി മറിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വേറെ സംഭവം കേട്ടോ. നമ്മൾ ഈ മണ്ണൊക്കെ ഉണ്ടല്ലോ, ഈ പ്ലോട്ടിലെ മണ്ണ് ഫുള്ള് നമ്മൾ പിന്നീട് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തതല്ലേ. ഇപ്പോൾ കണ്ടോ, മഴയൊക്കെ പെയ്തപ്പോൾ കണ്ടോ അടിയിൽ നിന്ന് മണ്ണൊക്കെ താഴ്ന്നു പോയത് കണ്ടോ. പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഫുള്ള് ഈ പില്ലറിലാണ് തറ നിൽക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മുടെ വേസ്റ്റിനുള്ള പിറ്റ് കേട്ടോ, വേസ്റ്റ് കുഴി എടുത്തേക്കുന്നതാണ്. അതിൻ്റെ ഒന്നും പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ നേരത്തെ ലിവിങ് സ്പേസിലെ ബേ വിൻഡോ പറഞ്ഞല്ലേ, അതാണ് കാണുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞല്ലേ, ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ട് അല്ലേ. ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫിനിഷായി കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണല്ലേ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നോക്കുമ്പോ എല്ലാ ഭാഗത്തും ഡോറുകളാണ്, പുറത്തേക്ക് 4 ഡോറുകൾ. അത് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം. പുറത്തേക്ക് 4 ഡോർ ഉണ്ട് എന്നുള്ളത്. അതായത് അത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ പറയുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലും പുറത്തേക്ക് ഇങ്ങനെ 3 ഡോറുണ്ട്. അങ്ങനെ വീടൊക്കെ ചുറ്റി നടന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലത്തെത്തി കേട്ടോ. ലിവിങ് റൂമിൽ ഫെബി വന്നിട്ട് ഇങ്ങനെ ആത്മനിർവൃതി കൊള്ളുകയാണ്. നല്ല രസമുണ്ടല്ലേ നമ്മുടെ ലിവിങ് റൂമിൽ നിന്നൊക്കെ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരോടും ആ സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് വീട് പണിയുടെ അപ്ഡേറ്റ്സ് നിങ്ങളോട് പറയാനും കാണിച്ചു തരാനുള്ളത് കേട്ടോ. നമുക്ക് ശരിക്കും വേറെയും വീട് പണികൾ നടക്കുന്നുണ്ട് അല്ലേ. ഒന്ന് നമ്മുടെ അതെ. ഒന്ന് നമ്മുടെ ദീദിയുടെ വീട് പണിയാണ്. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഒരു വീട് പണി കൂടി നടക്കുന്നുണ്ട്. നമ്മുടെ ഫെബിൻ്റെയും വീട്, 3 വീട്
അവിടുന്ന് മാറിയിട്ട് ഇപ്പം നമ്മളൊക്കെ ഫെബി ഇവിടെ കോട്ടപ്പള്ളിയിലാണ്, താത്ത കുറച്ചപ്പുറത്ത് തന്നെ. അപ്പോൾ ഇവരൊക്കെ അടുത്തേക്കായിട്ട് ഉമ്മക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളവിടെ ഒരു പുതിയ വീട്, തിരുവിതാമത്തെ വീട് ഇങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ 2-3 വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത യാത്ര എന്താണെന്ന് പറയാം. നമ്മളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ യാത്ര പുറപ്പെടും കേട്ടോ. സൗത്ത് കൊറിയയിലേക്കാണ്. കുറേ പേര് ചോദിച്ചിരുന്നു അടുത്ത എങ്ങോട്ടാണെന്നൊക്കെ. സൗത്ത് കൊറിയ റാൻഡമായിട്ടൊരു കൺട്രി ചൂസ് ചെയ്തെന്നുള്ളൂ, പ്രത്യേകിച്ച് വേറെ അതിനകത്ത് അജണ്ടകളൊന്നുമില്ല. എന്തായാലും സസ്പെൻസ് ഇല്ലല്ലേ? ഇല്ലല്ലോ, സസ്പെൻസിൽ കാര്യമൊന്നുമില്ല. ഇല്ലല്ലോ, സസ്പെൻസ് ഒന്നുമില്ല, നേരിട്ട് പറയാണ്. അപ്പോൾ സൗത്ത് കൊറിയ വിസ കിട്ടാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ടാണ് നേരത്തെ ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് വിസ കിട്ടി. വിസക്ക് അപ്ലൈ ചെയ്യാൻ പോയപ്പോണ്ടല്ലോ, അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സ്പോട്ട് വെച്ചിട്ട് തന്നെ കുറേ പേര് റിജക്റ്റ് അടിച്ചിട്ട് വിടുന്നുണ്ട്. എന്തോന്നും അറിയില്ല, കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അനുസരിച്ചിരിക്കും. കുറേ ട്രാവൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൊടുക്കണ്ടാവും. എന്തായാലും നമുക്ക് കിട്ടി, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ട് സൗത്ത് കൊറിയയിലേക്ക് പുറപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ അധികം മെയിൻ സ്ട്രീം വ്ളോഗേഴ്സൊന്നും അല്ലേ മലയാളത്തിൽ കണ്ടിട്ടില്ല. പിന്നെ അവിടെ ഉള്ള കുറച്ച് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അവിടെ ഉള്ള മലയാളീസ്. അപ്പോൾ കുറേ പ്രത്യേകതകളൊക്കെ ഉള്ള രാജ്യമാണ് സൗത്ത് കൊറിയ. നമുക്ക് അതിൻ്റെ പരമാവധി കാര്യങ്ങൾ കാണണമെന്നും അനുഭവിക്കണമെന്നും ഒക്കെ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കും കൊറിയ എന്ന് പറയുമ്പോൾ നോർത്ത് കൊറിയ അല്ലല്ലോ എന്ന്. നോർത്ത് കൊറിയ അല്ല. നോർത്ത് കൊറിയക്ക് പോകുന്നതിനെ കുറിച്ചിട്ട് അറിയില്ല എന്താ അതിൻ്റെ കഥ എന്നൊക്കെ. നമുക്ക് സൗത്ത് കൊറിയ പോയതിന് ശേഷം മനസ്സിലാക്കാം നോർത്ത് കൊറിയൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ അതാണ് യാത്രയുടെ അപ്ഡേറ്റ് പറയാനുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട് പണിയുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കനോപ്പി ആർക്കിടെക്ട്സ് ടീമാണ്. നിങ്ങൾക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ താഴെ വെക്കാം. നേരത്തെ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും സൗകര്യമുള്ള ആൾക്കാരാണ്. നമുക്ക് എന്തും നമ്മുടെ ആഗ്രഹം പറയാം, അതിന് പരമാവധി അവർ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടീമാണ് അവർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോ കേട്ടോ. കനോപ്പി ആർക്കിടെക്ട്സ് ഓഫീസ് താമരശ്ശേരിയിലാണ്. അതുപോലെ നമ്മുടെ ഈ വീട് പ്രാക്ടിക്കലാക്കി തരുന്നത്, കൺസ്ട്രക്ട് ചെയ്ത് തരുന്നത് നമ്മുടെ സ്വന്തം സുഹൃത്താട്ടെ, എൻ്റെ ബാച്ച് മേറ്റ് തന്നെയാണ്. 10ാം ക്ലാസ്സിൽ ഞങ്ങളൊരു ബാച്ചായിരുന്നു, സുനീബ്. പുള്ളിയും തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അതായത് ഒരു സംഭവം കാണുമ്പോഴാണല്ലോ അതിങ്ങനെ ആയാൽ കുറച്ചുകൂടി കൊള്ളാൻ തോന്നുന്നത്. അപ്പോൾ ചില സംഭവങ്ങളൊക്കെ നമ്മൾ സുനീബിനെ എല്ലാം ബുദ്ധിമുട്ടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫൈനൽ കോൺക്രീറ്റിൻ്റെ തലേ ദിവസം ആ കമ്പിൻ്റെ പണി നടക്കുമ്പോൾ പോലും നമ്മൾ കുറച്ച് അധികം ഒരു മുകളിലത്തെ ഒരു പോർഷൻ ഇച്ചിരി കൂടി വീതി കൂടിയാൽ കൊള്ളാൻ തോന്നിയിട്ട് ഞാൻ മടിച്ചിട്ടാണ് സുനീബിനോട് പറയണത്. പക്ഷെ അവൻ വിഷയമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് കൊണ്ടാണ്. കാരണം അത് അപ്പോഴല്ലേ മാറ്റാൻ പറ്റുള്ളൂ, പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെ. അപ്പോൾ അവനൊരു മടിയും കൂടാതെ അതൊക്കെ ചെയ്തു തന്നിട്ടോ. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിന് കൂടെ നിൽക്കുന്ന സുനീബിനും ഒരുപാട് നന്ദി. അപ്പോൾ പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കൊറിയയിലേക്ക് യാത്ര പുറപ്പെടുന്ന വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ. ബൈ.